ഹലോ, നല്ല നമസ്കാരം. ഫംഗി വിശ്വക് സിംഗ് നായനായ അനൂപ് ദീപക് കെ വി സംവിധാനം ചെയ്ത ഫംഗി എന്ന് പറയുന്ന ചിത്രം. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് പറയുന്നതിന് മുമ്പ് ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാവുന്നത് നല്ല ഊഞ്ഞാലാട്ടമായിരുന്നു. നല്ല ഉജ്ജ്വല ഊഞ്ഞാല് ആണ്, വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇതിൻ്റെ മെയിൻ പ്ലോട്ട് നോക്കാം. സിനിമയ്ക്കകത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ. ഫംഗി കൈകാര്യം ചെയ്യുന്നത് സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന, അതിയായ ആഗ്രഹമുള്ള ഒരു കോമൺ, അതായത് വിശ്വന്ത് സെൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ഒരു നവാഗതനായ സംവിധായകൻ്റെ കഥയാണിത്. ഒരു 4 കോടി രൂപ ബഡ്ജറ്റിൽ തുടങ്ങിയ സിനിമ കോമളിൻ്റെ അശ്രദ്ധ കാരണം 40 കോടി വരെ എത്തുന്നു. ഇതറിഞ്ഞ നിർമ്മാതാവ് നരേഷാണ് ആ നിർമ്മാതാവ്. ഹൃദയാഘാതം വന്ന് വീഴുകയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ചിത്ര കയാതു ലോഹർ ആണ് അത് നായിക. പ്രൊഡക്ഷൻ ചുമതല ഏറ്റെടുക്കുകയും ബാക്കി സിനിമ വെറും 1 കോടി രൂപയിൽ തീർക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഈ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ സിനിമ പൂർത്തിയാക്കാൻ കോമൾ നടത്തുന്ന ഒരു ട്രാജഡിയും കോമഡിയൊക്കെ എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ സിനിമ. സിനിമ ഇൻഡസ്ട്രിയിൽ പുതിയ സംവിധായകർ നേരിടുന്ന കഷ്ടപ്പാടുകളും നിർമ്മാതാക്കളും സംവിധായകരും തമ്മിലുള്ള തർക്കങ്ങളും വളരെ ഇതായിട്ട് സറ്റയറായിട്ട് ഇതിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ആക്ടിങ് ഇത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സംവിധാനം മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, വിശ്വക് സിംഗ് തൻ്റെ സ്ഥിരം ഗൗരവമുള്ള സ്വഭാവ വേഷങ്ങളിൽ നിന്നും മാറി ഒരു മുഴുനീളൻ കോമഡി വേഷത്തിൽ വിശ്വക് സിംഗ് മികച്ച പ്രകടനം നടത്തി എന്ന് ഞാൻ പറയത്തില്ല. അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോമഡി ടൈമിംഗ് ഒക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്, രസമുണ്ട്. പിന്നെ കയാതുവിനെ നോക്കുമ്പോൾ നായിക എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് ചെയ്തു, കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവർ തമ്മിലുള്ള കെമിസ്ട്രിയും നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു തിരക്കഥയില്ല എന്നുള്ളതാണ്. ഒരു കഥയ്ക്ക് പിന്നാലെ പോകാതെ പകരം എവിടെയൊക്കെയോ ഷൂട്ട് ചെയ്ത കോമഡി ബിറ്റുകൾ ഒന്നിച്ച് ചേർത്തതുപോലെയാണ് സിനിമ മൊത്തത്തിൽ അനുഭവപ്പെടുന്നത്. ഒരു റാൻഡം സീനുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ട് ഇതിൽ. പിന്നെ ലോജിക്ക് നോക്കരുത് എന്ന്, നമ്മുടെ ഫാഫ സിനിമ പോലെ ലോജിക്ക് നോക്കരുതെന്ന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇതിൻ്റെ എല്ലാ ആൾക്കാരും. അപ്പോൾ സിനിമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ലോജിക്ക് നോക്കാതെ, അല്ലെങ്കിൽ ആ സിനിമയുടെ ഒഴുക്കിനൊപ്പം നമ്മളെ എത്തിക്കാൻ വേണ്ടി യുക്തിപരമായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മളെ മടുപ്പിക്കുകയാണ്. സിനിമയിൽ ആണെങ്കിൽ 5 or 6 പാട്ടുകൾ, ഒരു പാട്ട് ആകപ്പാടെ എനിക്ക് ധീരെ ആ പാട്ട് മാത്രമാണ് അല്പമെങ്കിലും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പശ്ചാത്തല സംഗീതം, ഈ കോമഡിക്കുണ്ടല്ലോ പശ്ചാത്തല സംഗീതം പലപ്പോഴും അസ്വസ്ഥതയായിട്ട് എനിക്ക് തോന്നി. തമാശകൾ ഏൽക്കാതെ വരുമ്പോൾ ഉണ്ടല്ല, ആ ഇടങ്ങളിലൊക്കെ ഇട്ട് മ്യൂസിക് കയറ്റി അതിനെ ഫോഴ്സ്ഡ് ചെയ്യുന്ന രീതിയിൽ, ഫോഴ്സ്ഡ് കോമഡിയായിട്ട് നമ്മളെ കൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ ചിരിപ്പിക്കാൻ വേണ്ടി അവർ പരമാവധി കഠിനശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അത് ഒരു അരാജകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് സിത്താര, നമ്മുടെ ദുൽഖറിൻ്റെ സിനിമയൊക്കെ ഇറക്കിയ, ലക്കി മാസ്റ്ററൊക്കെ ഇറക്കിയ ആ കമ്പനിയാണ് സിത്താര എൻ്റർടൈനർ. അവരുടെ ആ ഒരു നിലവാരം അവർ പരമാവധി നോക്കിയിട്ടുണ്ട്. സിനിമ ഷൂട്ടിംഗ് സെറ്റുകൾ, സ്റ്റുഡിയോ എന്നിവയൊക്കെ വളരെ ഗംഭീരമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പണം ചിലവാക്കിയതിൻ്റെ ഒരു ലക്ഷണമൊക്കെ സ്ക്രീനിൽ കാണാനുണ്ട്. സിനിമയ്ക്കൊരു വലിയ പടം എന്നുള്ള ഒരു ഫീല് നൽകാനൊക്കെ നിർമ്മാണ കമ്പനി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആർട്ട് വർക്കിലൊക്കെ. പക്ഷേ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ കമ്പനി ഇത്രയും പണം മുടക്കാൻ വേണ്ടി ആളുണ്ടായിട്ട് പോലും ഇതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള പിശകുകൾ കാരണം ഈ സിനിമ ഫ്ലോപ്പായിപ്പോയി. ഇതിൻ്റെ ലിപ്സിങ്ക്, നടന്മാർ പറയുന്ന ഡയലോഗും അവരുടെ ചുണ്ടും കൂടി ഒട്ടും മാച്ചാകുന്നില്ല. ഒരുപാട് രംഗങ്ങൾ, ഇപ്പം നമ്മൾ 1-2 സീനൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ സൗണ്ടും ഡബ്ബിങ്ങും ഒട്ടും മാച്ചാകാത്ത രീതിയിലാണ്.
ഒരു രീതിയിലും മാച്ചാകുന്നേ ഇല്ല. ആ ഒരു ലിപ്സിങ്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നെ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഡബ് ചെയ്ത സമയത്തുണ്ടാകുന്ന സ്ക്രിപ്റ്റും എനിക്ക് തോന്നുന്നു രണ്ടും ഡിഫറൻ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് കണക്ക് ഇവർക്ക് ഡയലോഗുകൾ മാറ്റങ്ങൾ വരുന്നത്. ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞ ഡയലോഗുകൾ ആയിരിക്കില്ല ചിലപ്പോൾ ഡബിങ് സമയത്ത് അവർക്ക് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക. അതായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഒട്ടും മാച്ചാകുന്നില്ലെന്നേ. ഓഡിയോയും ലിപ്പും കൂടി ഒരു രീതിയിലും ഒരു എന്തോ ഒരു സൗണ്ട് ക്വാളിറ്റി പോലും ഇല്ലെന്നേ. അതിന് ഉള്ളൊരു പ്രശ്നം അതാ. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് ഒരു എന്താ പറയുക, എഡിറ്റ് ചെയ്ത് ഇതിനെ കച്ചടയാക്കി. ചില സാധനങ്ങളുണ്ടല്ലോ എന്തിനു വേണ്ടിയാണ് ഈ സീൻ എന്ന് പോലും തോന്നുന്ന രീതിയിൽ എഡിറ്റിങ്ങിൻ്റെ എന്ത് പറയുന്ന വെറുപ്പിച്ച്. സിനിമയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഈ ചില സീനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാട്ട് നടന്നു കഴിയുമ്പോഴേക്കും ഒരു കോമഡി എടുത്തു വയ്ക്കും. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല. ആ ഒരു കണ്ടിന്യൂഷൻ വരാത്തത് കൊണ്ട് ഇത് പിന്നെ ഇതിന് ഒരു ഫ്ലോ വരുന്നില്ല. ഫ്ലോ ഒട്ടുമില്ലാതെ ഒരു സിനിമയ്ക്ക് ഒരു ഫ്ലോ വരണ്ടേ. ആ ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി എഡിറ്ററിന് സാധിച്ചിട്ടില്ല. എഡിറ്റിംഗ് വളരെ മോശമായിപ്പോയി. പല സീനുകൾ ഇൻസ്റ്റയിൽ കാണുന്ന റീൽസ് പോലെയാണ് കഷ്ണങ്ങളായിട്ട് അവിടെ വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു സംവിധായകൻ വരുന്നുണ്ട്. അദ്ദേഹത്തെയൊക്കെ കൊണ്ടുവന്നിട്ട് കോമഡി പീസാക്കിയിട്ടാണ് വിട്ടിരിക്കുന്നത് ഈ തെണ്ടികൾ. ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. നരേഷ്, സമ്പത്ത് രാജ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ വന്ന് പോകുന്നുണ്ട്. ക്യാമിയോ റോളാണ്. വന്ന് പോയിട്ട് അവർ നന്നായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സമ്പത്ത് രാജിൻ്റെ പിന്നെ ആ വില്ലൻ വേഷം ഉണ്ടല്ലോ, കോമഡി പീസാക്കി കളഞ്ഞു. ആ ക്യാമിയോ ഒന്നും ഒരു രീതിയിലും പിന്നെ സംവിധായകൻ്റെ ആ ഒരു രീതിയിലും ഇതിനെ പിന്നെ ഉപയോഗപ്പെടുത്തിയില്ല. അതോടൊപ്പം തന്നെ നമ്മളെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവന്മാരെ ഒരുമാതിരി മറ്റവന്മാരാക്കുന്ന രീതിയിലാണ് ഇത് കാണിച്ചു വച്ചിരിക്കുന്നത്. എന്തു കാണിച്ചാലും നമ്മൾ ചിരിച്ചു കൊള്ളും എന്നുള്ള ഒരു സംവിധായകൻ്റെ ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസമായിരിക്കും സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു OTT നിലവാരം പോലും ഇല്ലെന്ന് ഈ സിനിമയ്ക്ക്. OTT നിലവാരം പോലും ഇല്ലാത്ത ഒരു ഊള സിനിമയായിപ്പോയി. ബോറടിച്ച് പ്രാന്തടിച്ച് 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ സിനിമ കേട്ടോ. പക്ഷേ ആ 2 മണിക്കൂർ പോലും നമുക്ക് വളരെ ദീർഘമായിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്തത്. ആപ്പാട് അല്പമെങ്കിലും ആ ഒരു GK ആ ഗുണ്ടയുടെ ഇൻട്രഡക്ഷൻ രംഗമുണ്ടല്ലോ, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ആ ഒരു ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി കാണിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ പിന്നെ അല്പമെങ്കിലും ഒന്ന് ചിരിക്കാനുള്ളൊരു വക നൽകിയിട്ടുള്ളത്. ഇമോഷണലായിട്ട് അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ രംഗം കൊണ്ടല്ലോ അല്പമെങ്കിലും ഒരു ആശ്വാസം തോന്നുന്ന ആ ചില സാധനങ്ങൾ മാത്രമാണ്. ഈ സിനിമയെ മൊത്തത്തിൽ ഡ്രാഗ് ചെയ്ത് കച്ചടയാക്കി വെച്ചിട്ടുണ്ട്. സിനിമ ഒട്ടും ഏൽക്കാത്ത രീതിയിൽ. ഇതൊക്കെ സാധാരണ ഒരു തെലുങ്ക് സിനിമ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എങ്കിലും ഉണ്ടാവും സിനിമയ്ക്ക്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ അബദ്ധങ്ങളും കുറേ പിന്നെ എഡിറ്റിങ്ങിലെ മിസ്റ്റേക്കും കഥയില്ലാത്ത കുറേ സാധനങ്ങളും ഒരു രീതിയിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത ഒരു പിന്നെ സിനിമയായിട്ടാണ് എനിക്ക് ഫങ്കി തോന്നിയിട്ടുള്ളത്. വെറുതെ സമയം കളയാൻ പോലും നമുക്ക് തോന്നുന്നില്ല. ഇത് OTTയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പിന്നെ അങ്ങ് ഫോർവേഡെങ്കിലും ചെയ്ത് കളയാം. ആവശ്യമില്ലാത്ത കുറേ സീനുകളും ആവശ്യമില്ലാത്ത കുറേ കോമഡികളും ഒരു ബന്ധമില്ലാത്ത കുറേ സീനുകളൊക്കെ കയറ്റി വെച്ചിട്ട് ഒരു ഊമ്പിയ സിനിമ എടുത്ത് വച്ചിരിക്കുന്നു മയിലുകൾ. ഈ മനുഷ്യനെ വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ. താങ്ക് യു.